സോയിൽ പ്രൊഫൈൽ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഈ അടുത്ത് നടന്ന ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ സോയിൽ പ്രൊഫൈലിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ്. അതായത് ഒരു മെച്വർ സോയിൽ പ്രൊഫൈലുള്ള ഡിഫറെൻറ്റ് ഹൊറൈസൺസിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഈ പോർഷൻ ചെറുതായിട്ടൊന്ന് നോക്കാം. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സോയിൽ ഹൊറൈസൺസ്? ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മെച്വർ സോയിൽ പ്രൊഫൈലാണ്. മെച്വർ സോയിലിലെ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെച്വർ സോയിലിൽ ഒരു ഓർഡർ ഉണ്ട്, നോർമൽ സോയിലും ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. നമുക്ക് നോക്കാം. ഇത് മെച്വർ സോയിലിലെ ഓർഡറാണ്, ഹൊറൈസൺസിൻ്റെ ഓർഡർ. അതായത് ഒരു സോയിലിൽ നമ്മളൊരു കേക്ക് പോലെ ഒരു മുറിച്ചെടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ പല ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഈ ലെയേഴ്സിൻ്റെ ഓർഡറാണ് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലെയർ, ടോപ്പ് മോസ്റ്റ് ലെയർ, ഏറ്റവും മുകളിലുള്ളതാണ് ഓർഗാനിക് ലെയർ അഥവാ ഓ ഹൊറൈസൺ. ഈ ഓർഗാനിക് ലെയർ അഥവാ ഓ ഹൊറൈസൻ്റെ പ്രത്യേകത അതാണ് ഏറ്റവും ടോപ്പ് ലെയർ. അതുപോലാതെ അവിടെയാണ് ജീവനുള്ളതും ഇല്ലാത്തതുമായ പ്ലാന്റ്സ്, അതുപോലെ ലൈക്കൻ, മോസസ്, അങ്ങനെ ഇപ്പം കൊഴിഞ്ഞു വീണ ഇലകൾ, അങ്ങനെയൊക്കെ അത് വെച്ച് കമ്പോസ് ചെയ്ത്, അതായത് നമ്മൾ കാണുന്ന ഭാഗം, നമ്മൾ ഒരു മണ്ണിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഭാഗം, അതായത് ഈ ഭാഗത്തിനെയാണ്, ഈ ഒരു ലെയറിനെയാണ് ഓർഗാനിക് ലെയർ അഥവാ ഓ ഹൊറൈസൺ എന്ന് പറയുന്നത്. ഇനി അതിന് തൊട്ട് താഴെയുള്ളത് ഈ ലെയറാണ് ടോപ്പ് സോയിൽ അഥവാ എ ഹൊറൈസൺ. അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അവിടെ ഈ ഓർഗാനിക് മാറ്ററും ഉണ്ടായിരിക്കും, ഒപ്പം കുറച്ച് മിനറൽസും ഉണ്ടായിരിക്കും, മിനറൽ മാറ്റേഴ്സ് ഉണ്ടായിരിക്കും ഈ ലെയറിൽ. ഇനി വേറൊരു പ്രത്യേകത, മഴ പെയ്യുമല്ലോ, മഴ പെയ്യുക അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലങ്ങളാണെങ്കിൽ മഞ്ഞ് വീഴുക, ഇതൊക്കെ വഴി വെള്ളം അകത്തേക്ക് കിനിഞ്ഞിറങ്ങും. അങ്ങനെ ഇവിടെ എത്തുന്ന വെള്ളത്തിൽ ഈ മിനറൽ മാറ്റേഴ്സ് അലിയുന്ന ടൈപ്പ് മിനറൽസ് മാത്രം അലിയും, ബാക്കിയുള്ളത് അവിടെ തന്നെ കിടക്കും. അങ്ങനെ അലിഞ്ഞ മിനറൽസ് തൊട്ടടിയിലത്തെ ലെയറിലേക്ക് ലീച്ച് ചെയ്ത് പോകും. ആ പ്രോസസ്സിനെ നമ്മൾ എലൂവിയേഷൻ എന്നാണ് പറയുക. പക്ഷേ ഈ ടോപ്പ് സോയിലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ഓർഗാനിക് ലെയറിനോട് തൊട്ടടുത്ത് കിടക്കുന്ന കാരണം ഇവിടെ നിന്ന് ലീച്ച് ചെയ്ത് പോയാലും ആ മിനറൽസ് ഈ ലെയറിൽ വേഗം തന്നെ റീസ്റ്റോർ ചെയ്യപ്പെടും. കാരണം ഓർഗാനിക് ലെയറിൻ്റെ തൊട്ടടുത്താണ് ടോപ്പ് സോയിലുള്ളത്. അപ്പോൾ ടോപ്പ് സോയിലിൽ നിന്ന് മിനറൽസ് ലീച്ച് ചെയ്ത് താഴേക്ക് പോയാലും ഇപ്പോൾ അയേൺ, അതുപോലെ അലുമിനിയം, ക്ലേ, ഓർഗാനിക് കോമ്പൗണ്ട്സ്, അത്തരത്തിലുള്ള സോല്യുബിളായിട്ടുള്ള ഘടകങ്ങളാണ് ലീച്ച് ചെയ്ത് പോവുക. ഇതേ ഘടകങ്ങൾ വേഗം റിപ്ലനിഷ് ചെയ്യപ്പെടുന്നുണ്ട് ടോപ്പ് സോയിലിൽ. അതാണ് ടോപ്പ് സോയിൽ. തൊട്ടടുത്ത ലെയറാണ് ഈ ലെയർ, ഇത്രയും ഭാഗം ഈ ലെയർ. ഈ ലെയറിൻ്റെ പ്രത്യേകത, ഈ ലെയർ മീൻസ് എലൂവിയേഷൻ ലെയർ. എലൂവിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും മിനറൽസ് ഉണ്ട്, അതും മഴവെള്ളത്തിൽ അലിയുന്ന തരം സോല്യുബിളായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് അലിഞ്ഞ് തൊട്ടടുത്ത ലെയറിലേക്ക് ലീച്ച് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ ബാക്കി ഉണ്ടാവുക അലിയാത്ത, സോല്യുബിൾ അല്ലാത്ത, ഇൻസോല്യുബിൾ ആയിട്ടുള്ള കുറച്ച് കോൺസ്റ്റിറ്റ്യൂവൻസ് ഇവിടെ ബാക്കി കിടക്കും. ഫോർ എക്സാമ്പിൾ സിലിക്ക. പിന്നെ ഈ ലെയറിൻ്റെ പ്രത്യേകത, ഇത് മെച്വർ സോയിലിൽ മാത്രമേ കാണുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ലേ, മെച്വർ സോയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലെയർ മെച്വർ സോയിലിൽ മാത്രം കാണപ്പെടുന്നതാണ് ഈ ലെയർ. ഇവിടെ ഇൻസോല്യുബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ് ആണ് കൂടുതലുണ്ടാവുക. കാരണം സോല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ താഴേക്ക് അലിഞ്ഞ് പോവും, ലീച്ച് ചെയ്ത് പോകും. ഇവിടെ സിലിക്ക പോലുള്ള റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ് ആയിരിക്കും കൂടുതൽ കാണപ്പെടുക. ഇങ്ങനത്തെ ലെയർ കാണപ്പെടുന്ന സോയിൽ മെച്വർ സോയിലായിരിക്കും. പിന്നെ ഇത് ഈ ടോപ്പ് സോയിൽ നമ്മൾ പറഞ്ഞു വേഗം റിപ്ലനിഷ് ആവുന്നത്, ലീച്ച് ചെയ്ത് പോകുന്ന മിനറൽസ് ഒക്കെ വേഗം മുകളിൽ നിന്ന് റിപ്ലനിഷ് ആവും. പക്ഷേ ഈ ലെയറിൽ റിപ്ലനിഷ് ആവില്ല അത്ര പെട്ടെന്ന്. ഇതിൽ റിപ്ലനിഷ് ആവുന്ന പോലെ ഇതിലാവില്ല ഈ ലെയർ, എലൂവിയേഷൻ ലെയർ. ഇനി തൊട്ടടുത്ത ലെയറാണ് ബി ഹൊറൈസൺ അഥവാ സബ് സോയിൽ. ഈ ബി ഹൊറൈസൺ അഥവാ സബ് സോയിലിന് വേറൊരു പേരുണ്ട്, അതാണ് ഇല്ലൂവിയേറ്റഡ് ലെയർ. ഇല്ലൂവിയേറ്റഡ് ലെയർ. ഇത് എലൂവിയേഷൻ, ഇത് ഇല്ലൂവിയേഷൻ, രണ്ടും വ്യത്യാസമാണ്. എലൂവിയേഷൻ എന്ന് പറഞ്ഞാൽ ലീച്ച് ചെയ്ത് പോകുന്ന ലെയറാണ്, ലീച്ചസ്. ഇത് ഇല്ലൂവിയേറ്റഡ് ലെയറാണ്. കാരണം അവിടെ നിന്ന് ലീച്ച് ചെയ്ത് വരുന്ന മിനറൽസ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും, അതായത് കുമിഞ്ഞ് കൂടും ഇവിടെ. അതാണ് ബി ഹൊറൈസൺ അഥവാ സബ് സോയിലിൻ്റെ പ്രത്യേകത. ഡെപ്പോസിറ്റഡ് മിനറൽസ് ആൻഡ് മെറ്റൽ സോൾട്ട്സ്. അതിനെ ഇല്ലൂവിയേറ്റഡ് ലെയർ എന്നും അറിയപ്പെടുന്നു. കാരണം മുകളിൽ നിന്ന് വരുന്ന മിനറൽസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് അതിനെ ഇല്ലൂവിയേറ്റഡ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ബി ഹൊറൈസൺ അഥവാ സബ് സോയിൽ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ലെയറാണ് പാരന്റ് റോക്ക് അഥവാ സി ഹൊറൈസൺ. പാരന്റ് റോക്ക് ഇത്രയും പോർഷൻ. ഈ പാരന്റ് റോക്ക് നമുക്ക് ഈ പടം കണ്ടാൽ തന്നെ അറിയാം, കുറച്ച് റോക്സ് പൊട്ടിപ്പൊടിഞ്ഞ് കിടക്കുന്നുണ്ട്. ലെയർ ഓഫ് ലാർജ് ബ്രോക്കൺ റോക്സ് ഈസ് കോൾഡ് സി ഹൊറൈസൺ. സി ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലെയർ ഓഫ് ലാർജ് ബ്രോക്കൺ റോക്സ്. പൊട്ടിപ്പൊടിഞ്ഞ റോക്ക്, പാറകളുള്ള ഒരു ലെയറാണ് സി ഹൊറൈസൺ അഥവാ പാരന്റ് റോക്ക്. ഈ പാരന്റ് റോക്കിനോട് തൊട്ട് മുകളിൽ കിടക്കുന്ന ആണല്ലോ ബി ഹൊറൈസൺ അഥവാ സബ് സോയിൽ. അതുകൊണ്ട് തന്നെ ഈ ബി ഹൊറൈസൺ വേറെ പ്രത്യേകത കൂടിയുണ്ട്. ഓൾമോസ്റ്റ് ഈ പാരന്റ് റോക്കിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഈ സബ് സോയിലും കാണിക്കും. ഈ പാരന്റ് റോക്കിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് ബി ഹൊറൈസൺ ഈ പാരന്റ് റോക്കിൻ്റെ അതേ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. ഇനി ഏറ്റവും താഴെയുള്ള ലെയറാണ് ആർ ഹൊറൈസൺ അഥവാ ബെഡ് റോക്ക്. ആർ ഹൊറൈസൺ അഥവാ ബെഡ് റോക്ക്. ഇവിടെ നമ്മളിത് കാണുന്ന പോലെ ലാർജ് മാസ് ഓഫ് ഹാർഡ് റോക്സ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ റോക്സാണ് പാരന്റ് റോക്കിലെങ്കിൽ ബെഡ് റോക്കിൽ ലാർജ് മാസ് ഓഫ് ഹാർഡ് റോക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇറ്റ് ഈസ് എ ലോവസ്റ്റ് ഹൊറൈസൺ, ഏറ്റവും താഴെയുള്ള ഹൊറൈസൺ ആണ് ആർ ഹൊറൈസൺ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഒരു മെച്വർ സോയിലിൽ സോയിൽ പ്രൊഫൈൽ, അതായത് ലെയേഴ്സ് ഏത് ഓർഡറിലായിരിക്കും? ഒ എ ഇ ബി സി ആർ. ഒ എ ഇ ബി സി ആർ.
ഇതിൽ ഈ ലെയറാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. കാരണം ഇത് ഈ ലെയർ മെച്ചുവർ സോയിലിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോർമൽ സോയിലിൻ്റെ ഓർഡർ എന്തായിരിക്കും? നോർമൽ സോയിലിൽ OABCR സെയിം ഓർഡർ തന്നെ. പക്ഷേ ഈ ലെയർ ഇവിടെ ആബ്സെൻ്റ് ആയിരിക്കും. ഈ ലെയർ ഉണ്ടായിരിക്കുക മെച്ചുവർ സോയിലിൽ മാത്രമാണ്.